ഈ ചെറിയ മക്കളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് നമുക്ക് സ്വാഭാവികമായ കാര്യമാണ്. ചിലപ്പോൾ അച്ഛനൊരു പദവിയിലിരിക്കുന്ന ആളല്ലെങ്കിൽ പോലും ചെറിയ മക്കൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ കുറച്ച് ചിന്തിക്കാനാവുമ്പോൾ ബോധം വെക്കുന്ന പ്രായത്തിൽ അച്ഛൻ ഒരു പ്രത്യേക പദവിയിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്നവരെ നമുക്ക് അഹങ്കാരികൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അനഘ പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനഘ, അച്ഛന്റെ യൂണിഫോം തനിക്ക് എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആണെന്നാണ് ആ മകൻ കരുതുന്നത്. ഇതിനെ ശുദ്ധ തോന്നിവാസം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? അതിലൊരു സംശയമില്ല സന്ധ്യ. ഈ പോലീസുകാരെന്ന് പറയുമ്പോൾ നിയമപാലകർ എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ഈ ഹരിയാനയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. ഹരിയാനയിലെ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പയ്യനാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ആ ചെക്കന് ഒരു 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ കുട്ടി 2 വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് കാണുന്നത് ഈ ധാറിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. നമുക്കറിയാം എത്രത്തോളം വലിയ ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അതിശയം മറ്റൊന്നുമല്ല, ഈ കുട്ടിയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. ഈ 2 വീഡിയോയിലും ഈ കുട്ടി ഈ ധാറിന് മുകളിൽ ഇരിക്കുന്നതും അച്ഛൻ വന്ന് പോലീസ് യൂണിഫോമിൽ വന്ന് ഈ വാഹനത്തിൽ കയറുന്നതും ആണ് ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് ഈ ധാറിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഹൈവേയിലൂടെ പോകുന്ന ഈ കുട്ടിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപാട് പേർ കമൻറ്റുമായി വരുന്നുണ്ട് ഈ വീഡിയോയുടെ താഴേക്ക്. കാരണം ഒരു പോലീസുകാരൻ്റെ മകനാണ് ഇത്തരത്തിൽ, അദ്ദേഹത്തിൻ്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിൽ ഗുരുതരമായി നിയമലംഘനം നടത്തുന്നത്. അപ്പം അച്ഛൻ ഒരു പദവിയിലിരിക്കുകയാണെങ്കിൽ എന്തുമാകാം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ കൃത്യമായ നടപടി എടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് സ്വന്തം മകനെ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് സ്വന്തം മകനോട് നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും തൻ്റെ പദവി മകനൊരിക്കലും ദുരുപയോഗം ഒരു തരത്തിലും അതിൻ്റെ ഒരു പ്രിവിലേജ് എടുക്കാൻ അധികാരമില്ല എന്നും ആ പിതാവ് തന്നെയാണ് മകനെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. എന്തായാലും ഇത് പിതാവിൻ്റെ കയ്യിൽ ഇനി നിൽക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങൾ വൈറലായ ഒരു അവസ്ഥയിൽ ഈ ഇദ്ദേഹത്തിനും മകനുമെതിരെ, മകന് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടപടി കൂടുതൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സന്ധ്യ. ശരിയാനൊക്കെ അങ്ങനെ ഒരു കർശന നടപടി തന്നെ ഇവർക്കെതിരെ ഉണ്ടാകട്ടെ അല്ലേ? കാരണം എന്തൊരു വലിയ നിയമലംഘനമാണ്. അച്ഛൻ്റെ യൂണിഫോം, അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ പദവി മക്കൾക്ക് ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയി മാറരുത്. അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അനഘ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം പറയുന്നവരാണ്. എന്ത് തരം ഇൻഫ്ലുവൻസ് ആണ് ഇവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണല്ലേ? എന്തായാലും കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാവട്ടെ.